Next question, question 4. Let f from 0 to infinity to r be a function which is differentiable at all points of its domain and satisfies x square f dash x equal to 2x f of x plus 3 with f of 1 equal to 4, then 2f of 2 is equal to. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. കാരണം അതിൽ എഫ് ഡാഷ് എക്സും എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എന്നിട്ട് എഫ് ഓഫ് 1 തന്നു, 2f of 2 ആണ് ചോദിച്ചത്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്തതിന് ശേഷമേ ഇത് ഏത് ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് കണ്ടീഷൻ വെച്ചിട്ട് ആദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ എഫ് ഓഫ് എക്സിനെ വൈ എന്നും എഫ് ഡാഷ് എക്സിന് അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്നും എടുക്കുന്നു. എഫ് ഓഫ് എക്സിന് വൈ, എഫ് ഡാഷ് എക്സ് അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഈ കണ്ടീഷൻ പ്രകാരം എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 2xy പ്ലസ് 3. 2xy പ്ലസ് 3 ഇതാണ് ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഈക്വൽ ടു 2y ബൈ എക്സ് പ്ലസ് 3 ബൈ എക്സ് സ്ക്വയർ. ഇനി ഒരു ടേം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇതാണ് ഇപ്പോൾ കിട്ടിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആ ഇക്വേഷൻ നോക്കിയാൽ അറിയാൻ പറ്റും അത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെത്തി. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് -2/x ക്യൂ എന്ന് പറയുന്നത് 3/x². ക്യൂ 3/x² ആണ്, പി -2/x ആണ്. അപ്പോൾ ലീനിയർ വന്നാൽ ആദ്യം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണണം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. അപ്പോൾ ഇ റേസ് ടു ഇൻ്റഗ്രൽ പി എന്ന് പറയുന്നത് -2/x ആണ്, -2/x dx. അപ്പോൾ ഇ റേസ് ടു -2 ഇൻറ്റു ഡി എക്സ് ബൈ എക്സ്. അപ്പോൾ ഇ റേസ് ടു -2 log x. ഈ -2 എക്സിൻ്റെ പവർ ആയാൽ ഇ റേസ് ടു ലോഗ് എക്സ് റേസ് ടു -2 വിച്ച് ഈസ് എക്സ് റേസ് ടു -2, അതായത് 1/x². 1/x² ആവും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് സൊല്യൂഷൻ എഴുതാം. സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ക്യൂ ഡി എക്സ്. ഇതാണ് സൊല്യൂഷൻ. y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ക്യൂ ഡി എക്സ്. ഇപ്പോൾ y ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1/x² ഇൻറ്റു 3/x² dx. 1/x² ഇൻറ്റു 3/x² dx എന്ന് വരും. അപ്പോൾ y/x² ഈസ് ഈക്വൽ ടു 3/x⁴ dx. 3 മാറ്റി വെച്ചിട്ട് x⁻⁻4 dx ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x⁻³ പ്ലസ് c. അപ്പോൾ y ഈസ് ഈക്വൽ ടു -3 ഇൻറ്റു x⁻³ ഇൻറ്റു x² പ്ലസ് cx². x² മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ y ഈസ് ഈക്വൽ ടു -3/x പ്ലസ് cx². y മാറ്റി എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -3/x പ്ലസ് cx². ഇതാണ് എഫ് ഓഫ് എക്സ്. ഇനി എഫ് ഓഫ് എക്സിൽ സി കാണണം. സി കാണാനാണ് ഫസ്റ്റ് എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുള്ളത്. എഫ് ഓഫ് 1 4 ആണ്. അപ്പോൾ എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു -3/1 പ്ലസ് സി ഇൻറ്റു 1. ഇതാണ് എഫ് ഓഫ് 1. -3 പ്ലസ് സി, അത് ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ സി ഈക്വൽ ടു 7. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. y ഈക്വൽ ടു ഈ 3 ക്യാൻസൽ ആവും. -x³ ഇൻറ്റു x² പ്ലസ് cx² ആണ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു -1/x പ്ലസ് cx² ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് കിട്ടും -1/x പ്ലസ് cx². ഇതാണ് എഫ് ഓഫ് എക്സ്.
അപ്പോൾ എഫ് ഓഫ് 1 ചെയ്യുമ്പോൾ എഫ് ഓഫ് 1 4 ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 4 വിച്ച് ഈസ് ഈക്വൽ ടു -1/1 പ്ലസ് സി ഇൻറ്റു 1. അതായത് 4 ഈക്വൽ ടു -1 പ്ലസ് സി ഈക്വൽ ടു 5 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് സീൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ -1/x പ്ലസ് 5x². ഇനി കാണേണ്ടത് 2f(2) ആണ്. 2 ഇൻറ്റു f(2) -1/2 പ്ലസ് 5 ഇൻറ്റു 4. അപ്പോൾ അത് -1 പ്ലസ് 40 വരും ഈക്വൽ ടു 39. 39 ആണ് ആൻസർ. ഓപ്ഷൻ 3 39 ആൻസർ. ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു.